പാചകം പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് പോലും വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ അഥവാ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു അരക്കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് മട്ടയരിയുടെ അവലാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. പിന്നെ ഞാൻ ഈ അപ്പത്തിന് വേണ്ട വെല്ലം ഒരു 150 ഗ്രാം വെല്ലം ഉണ്ടാവും, അത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അരി ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചതായിരുന്നു. ഇതിപ്പോൾ രാവിലെയാണ് അരക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളമൊന്നും തന്നെ ഇല്ലാതെ കഴുകിയെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ അരി പൊടിച്ചിട്ടും അതുപോലെ മൈദപ്പൊടി ചേർത്തും അങ്ങനെയൊക്കെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ഏലക്കായ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് 4 ചെറിയ മൈസൂർ പഴമാണ്. ഇവിടെ കണ്ണൂരുകാർ മൈസൂർ പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ അരിയുടെ കൂട്ടത്തിലേക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വെല്ലം ഉരുക്കാൻ വെച്ചിരുന്നു, അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച അവൽ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി നമ്മൾ ഉരുക്കിയ വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യം നോക്കിയിട്ട് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അധികം വെള്ളം ആവാതെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാവ് ബാക്കിയായതും കൂടി അതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ബാക്കി വെച്ച വെല്ലം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് വേണ്ടത്. നമ്മളൊരു ദോശക്കൊക്കെ എടുക്കുന്നതിൻ്റെ അത്ര ലൂസാകാതെ കുറച്ചുകൂടി കട്ടിയിലാണ് നമ്മൾ നെയ്യപ്പം ചുടാൻ വേണ്ടി ആക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മൈദപ്പൊടിയോ അല്ലെങ്കിൽ അപ്പക്കാരമോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ പഴവും അതുപോലെ ഒരു 1/4 കപ്പ് അവിലും മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ഞാനൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് പണികൾ ബാക്കിയുള്ളത് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. പിന്നെ ഞാൻ നെയ്യിൽ വറുത്ത് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കറുത്ത എള്ളായിരുന്നു ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് വേഗം തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇവിടെ കണ്ണൂർ ഇതിന് കാരയപ്പം എന്നൊക്കെ പറയും. ഏതായാലും എല്ലാം ഒന്ന് തന്നെയാണ് സംഭവം. വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ചുട്ടെടുക്കുന്ന അപ്പത്തിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ആദ്യം എടുത്ത ഗ്ലാസ് മാറ്റിയെടുത്തു, കാരണം അതിന് ഒരു വക്കില്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറൊരു ഗ്ലാസ് എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കുഴിയുടെ പകുതി ഭാഗം വരെ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, കാരണം ഇത് പൊങ്ങി വരുന്നതാണ്. അതുകൊണ്ട് നിറയെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ കാണുന്നില്ലേ, ഇതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ആദ്യം നല്ല ചൂടായതിന് ശേഷം ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടി. അധികം തീ കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നു. അത് നമുക്കൊരു അരിപ്പക്കയിലേക്ക് കോരിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിന് പഴം ചേർക്കുന്നത് കൊണ്ടും പിന്നെ അവൽ ചേർത്തത് കൊണ്ടും നല്ല സോഫ്റ്റാണ്. നമ്മൾ മൈദപ്പൊടി കൂട്ടി ചുടുന്നതിനേക്കാൾ സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ബാക്കി വന്നതും ഒക്കെ ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്.
2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. വീട്ടിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം തിന്നണമെന്നുള്ള ഒരു ഇത് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് അരി പൊടിച്ചെടുക്കുകയോ അതുപോലെ മൈദപ്പൊടി വാങ്ങിക്കൊണ്ട് വരികയോ ഒന്നും വേണ്ട. അപ്പോൾ ഞാനെല്ലാം ഇതിലേക്ക് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ കോരി മാറ്റി വെച്ചത്. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു 2 തവണയും കൂടി ചുട്ടപ്പോൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതാ കാണുന്നില്ലേ, നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കാണുന്നില്ലേ, നല്ല ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോ എന്ന് മനസ്സിലാക്കാൻ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഇത് എടുത്തൊന്ന് ഇതിലേക്ക് കുത്തി നോക്കിയാൽ മതിയാകും. നല്ല സോഫ്റ്റായ അപ്പമാണ്. അത് ഉള്ളു നന്നായി വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു.